മിശിഹായാൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ, കർത്താവ് മിശിഹ ഇപ്രകാരം അരുളി ചെയ്തു: സദാസമയവും നിങ്ങളോട് കൂടെയായിരിക്കാൻ എനിക്ക് പകരമായി മറ്റൊരു സഹായകനെ ഞാൻ നിങ്ങളിലേക്ക് അയക്കും. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 14-ാം അധ്യായത്തിൽ സദാസമയവും നിങ്ങളോട് കൂടെയായിരിക്കാൻ മറ്റൊരു സഹായകനെ ഞാൻ നിങ്ങളിലേക്ക് അയക്കും. ഈ വചനത്തിൻ്റെ അത്ഭുത ശക്തിയാൽ, യേശു എന്ന നാമത്തിൻ്റെ അത്ഭുതകരമായ അനുഗ്രഹത്താൽ എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ പ്രാർത്ഥനയോടെ ഈ ദൈവവചന ശുശ്രൂഷയിലേക്ക് ക്ഷണിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈശോയുടെ ധന്യനാമത്തിന്, യേശു എന്ന ആ മഹനീയ നാമത്തിന് എന്നും മഹത്വവും ആരാധനയും സ്തുതിയും സമർപ്പിക്കുവാൻ നമുക്കൊക്കെ ആകട്ടെ. ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്ന ദൈവവചന സന്ദേശം ഇപ്രകാരമാണ്: നീ സഹിച്ചിടത്ത് നീ സന്തോഷിക്കും, നീ കരഞ്ഞിടത്ത് നീ ചിരിക്കും, നീ പരാജയപ്പെട്ടിടത്ത് നീ വിജയിക്കും. ഒരിക്കൽ കൂടി പറയാം: നീ സഹിച്ചിടത്ത് നീ സന്തോഷിക്കും, നീ കരഞ്ഞിടത്ത് നീ ചിരിക്കും, നീ പരാജയപ്പെട്ടിടത്ത് നീ വിജയിക്കും. എന്തേ കാരണം? ജോഷുവയോട് ദൈവം പറഞ്ഞു, ജോഷുവയുടെ പുസ്തകം 1-ാം അധ്യായത്തിൽ, മോശയോട് കൂടെ എന്നതുപോലെ ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, നമ്മൾക്ക് ഇന്ന് കർത്താവ് ഈ വചനത്തിലൂടെ വലിയൊരു സന്ദേശമാണ് നൽകുന്നത്. നമ്മളൊന്ന് പരാജയപ്പെട്ടു എന്ന് കരുതി, ഒന്ന് സങ്കടമുണ്ടായി, ഒരു വേദനയുണ്ടായി, കുറേ സഹിക്കേണ്ടി വന്നു എന്നൊക്കെ കരുതി അതോടെ തീരുന്നതല്ല ജീവിതമെന്നും, നമ്മൾ സഹിച്ചിടത്ത് നമ്മൾ സന്തോഷിക്കുമെന്നും, നമ്മൾ പരാജയപ്പെട്ടെടുത്ത് നമ്മൾ വിജയിക്കുമെന്നും, നമ്മൾ കരഞ്ഞെടുത്ത് നമ്മൾ ചിരിക്കാൻ ഇടവരുമെന്നും വചനം നമുക്ക് കൃത്യമായി പറഞ്ഞു തരുന്നുണ്ട്. നോക്കുക പ്രിയപ്പെട്ടവരെ, യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട് മർത്താ മറിയം. ആ ലാസർ മരിച്ചു കഴിഞ്ഞപ്പം എന്തുമാത്രമാണ് ആ സഹോദരിമാർ കരഞ്ഞതും സങ്കടപ്പെട്ടതും വിഷമിച്ചതും വിലപിച്ചതുമൊക്കെ. ചിന്തിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള സങ്കടവും വേദനയുമാണ് അവരുടെ ജീവിതത്തിലുണ്ടായത്. അതുകൊണ്ടാണ് ഒത്തിരിയേറെ പേര്, ആ പരിസരത്തുള്ള ഒത്തിരിയേറെ പേര് വന്ന് അവരെ ആശ്വസിപ്പിക്കാൻ വന്നു. പക്ഷേ അവർക്ക് ആശ്വാസം കിട്ടിയില്ല. അങ്ങനെ കരഞ്ഞിരിക്കുന്ന സമയത്താണ് കർത്താവ് വരുന്നത്. പിന്നത്തെ ജീവിതം അവരെ മാറ്റിയതുണ്ടല്ലേ. എവിടെയാണോ അവർ കരഞ്ഞത്, എവിടെ ഇരുന്നാണോ അവർ കരയാനിടയായത്, അവിടെ അവർ ചിരിക്കാനിട വന്നില്ലേ. അവരെ കരച്ചിലൊക്കെ ചിരിക്ക്, സന്തോഷത്തിന് വഴി മാറിക്കൊടുത്തില്ലേ. അപ്പോൾ അതിന് ആത്മീയമായ അതിൻ്റെ മർമ്മം എന്ന് പറഞ്ഞാൽ, പ്രിയപ്പെട്ടവരെ, നമ്മൾ കർത്താവിൽ അങ്ങോട്ട് ആശ്രയിക്കണം. ജീവിതത്തിലെ ഏത് സാഹചര്യത്തിലും ഒരു ആശങ്കയുമില്ലാത്ത വിധത്തിൽ കർത്താവിൽ ആശ്രയിക്കണം. കർത്താവ് ഈശംശിക അത്ഭുതകരമായ വിധത്തിൽ നമ്മളെ അനുഗ്രഹിക്കും. പ്രിയപ്പെട്ടവരെ, സാമുവേൽ പ്രവാചകൻ്റെ 1-ാം പുസ്തകം 1-ാം അധ്യായത്തിൽ 10-ാം വചനത്തിൽ, 10 വചനം മുതൽ ഇനി 10-ാമത്തെ വചനവും അത് തൊട്ടും നമ്മൾ കാണുന്നുണ്ട്. ഹന്ന എന്ന ഒരു വ്യക്തി, ഒരു സ്ത്രീ, വിവാഹം കഴിഞ്ഞു, വളരെയേറെ വർഷമായിട്ടും മക്കളില്ല. എല്ലാവരും കളിയാക്കാൻ തുടങ്ങി, പരിഹസിക്കാൻ തുടങ്ങി, അപഹസിക്കാൻ തുടങ്ങി, പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയായി. അതുകൊണ്ടാണ് ഒരു ദിവസം ഈ ഹന്ന ഉച്ച സമയത്താണ് ദേവാലയത്തിലേക്ക് ചെന്നത്. കാരണം രാവിലെ ചെന്നാൽ ധാരാളം ആളുകളുണ്ടാകും, അവരുടെ മുഖത്ത് നോക്കാൻ പറ്റില്ല, പലരും കളിയാക്കും. ഇനി ഈവനിങ് ആയാലും ഒത്തിരിയേറെ പേര് വരും. അതുകൊണ്ട് ആരും ഇല്ലാത്ത സമയം നട്ടുച്ച നേരം നോക്കി ഈ ഹന്ന ദേവാലയത്തിൽ ചെന്നു. എന്തിനു വേണ്ടിയിട്ടാണോ? തൻ്റെ ഉള്ളിലെ ഇങ്ങനെ തിങ്ങി വിങ്ങി നിൽക്കുന്ന എല്ലാ സങ്കടങ്ങളും എല്ലാ വിഷമങ്ങളും കർത്താവിനോടൊന്ന് പറയാൻ വേണ്ടിയിട്ട്, കർത്താവിനോട് പറയാൻ വേണ്ടിയിട്ട്. എന്നിട്ടോ ഹന്ന ദേവാലയത്തിൽ അങ്ങോട്ട് ചെന്നിട്ട് പറയാൻ തുടങ്ങി, കർത്താവിനോട് പറയാൻ തുടങ്ങി: കർത്താവേ, എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് ഇത്ര വർഷമായി, ഒരു കുഞ്ഞില്ല, എല്ലാവരും എന്നെ പരിഹസിക്കുന്നു, നിൻ്റെ സ്വഭാവദൂഷ്യം കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്,
നീ ശാപം പിടിച്ച വ്യക്തിയായതുകൊണ്ടാണ്, നിനക്കല്ലെങ്കിൽ ഇങ്ങനെ വരണം, അത് പാകമാണ് എന്നും പറഞ്ഞ് എല്ലാവരും കളിയാക്കുന്നു. ഹന്നായുടെ ഉള്ളിലുള്ള സങ്കടത്തിൻ്റെ കനലുകളെ മുഴുവനും കർത്താവിനോട് കരഞ്ഞുകൊണ്ട് പറഞ്ഞു. ഇങ്ങനെ പറയുന്നത് സമയത്താണ് ആ ദേവാലയത്തിൻ്റെ പുരോഹിതൻ ഏലി ഹന്നായെ കാണുന്നത്. അകലെ നിന്ന് നോക്കിയപ്പോൾ ഏലി ഓർത്തു, ഈ ഹന്ന എന്ന സ്ത്രീ ഉച്ചസമയത്ത് നന്നായി മദ്യപിച്ച് ലഹരി പിടിച്ച് വന്ന് എന്തൊക്കെയോ ദേവാലയത്തിൽ വന്ന് എന്തൊക്കെയോ പറയുന്നതാണ്. കാരണം അതുപോലെ അതരം ചലിച്ചുകൊണ്ടിരുന്നു. പരിസരം മറന്നാണ് ഈ ഹന്ന ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. അതിനെക്കുറിച്ച് വചനം പറയുന്നത് എങ്ങനെയാണ്? അവൾ തൻ്റെ ഹൃദയവിചാരങ്ങൾ ദൈവസന്നിധിയിലേക്ക് ചൊരിയുകയായിരുന്നു. അവൾ തൻ്റെ ഹൃദയവിചാരങ്ങൾ ദൈവസന്നിധിയിലേക്ക് ചൊരിയുകയായിരുന്നു. ഇങ്ങനെ ഹന്നായെ കണ്ട് തെറ്റിദ്ധരിച്ച് ആ ഏലി പുരോഹിതൻ ചെന്നിട്ട് പറഞ്ഞു, എന്തുകൊണ്ടാണ് ഇങ്ങനെ ആ സമയത്ത് മദ്യപിച്ച് ലഹരി പിടിച്ച് ഈ ദേവാലയത്തിൽ വന്നേക്കുന്നതെന്ന് ചോദിച്ചു. കൈകൂപ്പിക്കൊണ്ട് ഹന്ന കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഞാൻ കുടിച്ചിട്ടില്ല, ഞാൻ ലഹരി പിടിച്ചിട്ടില്ല, ലഹരിക്കടിമയല്ല. ഞാൻ എൻ്റെ കർത്താവിനോട് എൻ്റെ ഉള്ളിലെ എല്ലാ സങ്കടങ്ങളും വേദനകളും പറയുകയായിരുന്നു. ഉടനെ പുരോഹിതന് തനിക്ക് തെറ്റുപറ്റിയെന്ന് മനസ്സിലായി പറഞ്ഞു. ഇങ്ങനെ ശിരസിൽ വെച്ച് അനുഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞു, നീ എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണോ പ്രാർത്ഥിച്ചത് അതങ്ങനെ തന്നെ നിറവേറട്ടെ എന്നും പറഞ്ഞ പുരോഹിതൻ ഹന്നായെ അനുഗ്രഹിച്ചു പോയി. സാമുവേൽ പ്രവാചകൻ്റെ 1-ാം പുസ്തകം 1-ാം അധ്യായത്തിലാണ് നമ്മൾ ഇതുപോലെ ഹൃദയസ്പർശിയായ ഈ വചനഭാഗം കാണുന്നത്. എന്നിട്ട് ഹന്നായെക്കുറിച്ച് പറയുന്നത് എങ്ങനെയാണ്? ഹന്ന ദൈവസന്നിധിയിൽ പറഞ്ഞു, എനിക്ക് നീ ഒരു പുത്രനെ തരികയാണെങ്കിൽ ആ മകനെ എന്നേക്കും നിൻ്റെ ശുശ്രൂഷയ്ക്കായി ഞാൻ നിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ചുകൊള്ളാം. എന്നിട്ട് വചനം പറഞ്ഞു വെച്ചു, പിന്നീട് അവളുടെ മുഖം മ്ലാനവദനമായിട്ടില്ല. കാരണം എന്താ? ദൈവം തരും തന്നു എന്ന് ഉറപ്പായും വിശ്വസിച്ചുകൊണ്ടാണ് ഹന്ന ആ ദേവാലയത്തിൽ നിന്നും പുറത്തുപോയത്. പ്രിയപ്പെട്ടവരെ, എന്നിട്ടെന്താ സംഭവിച്ചതെന്ന് നമുക്കറിയാം. ഏതാനും നാളുകൾ കഴിഞ്ഞപ്പോൾ ഇതേ ഹന്ന തന്നെ കൈകളിൽ ഒരു കുഞ്ഞിനെയും വഹിച്ചുകൊണ്ട് ഇതേ ദേവാലയത്തിൽ വന്ന് ആ പുരോഹിതനെ ഏൽപ്പിച്ചു കൊടുത്തു. ആ കുഞ്ഞിൻ്റെ പേരാണ് സാമുവേൽ. അവൻ വളർന്ന് മഹാപ്രവാചകനായി തീർന്നു. പ്രിയപ്പെട്ടവരെ, ഇതാണ് എവിടെ വെച്ചാണോ ഹന്ന ഇതുപോലെ ചങ്ക് പൊട്ടിക്കരിഞ്ഞത്, ആ ദേവാലയത്തിൽ കർത്താവിൻ്റെ സന്നിധിയിൽ, അവിടെ വെച്ച് തന്നെ ആ കരച്ചിലുകളൊക്കെ മാറ്റി പരമാവധി സന്തോഷത്തോടെ, ചിരിയോടെ, ആനന്ദത്തോടെയല്ലേ കുഞ്ഞിനെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാൻ വന്നത്. എവിടെ വെച്ചാണോ ഇന്ന് നീ കരയുന്നത്, അവിടെ നിനക്ക് ചിരിക്കാനുള്ള, അതേ സ്ഥലത്ത് തന്നെ നിനക്ക് ചിരിക്കാനുള്ള അവസരം കർത്താവ് യേശുമിശിഹ ഒരുക്കിത്തരും. അതാണ് സങ്കീർത്തനത്തിൽ ഇപ്രകാരം പറയുന്നത്, എൻ്റെ ശത്രുക്കളുടെ മുൻപിൽ അവിടുന്ന് എനിക്ക് വിരുന്നൊരുക്കി. എൻ്റെ ശത്രുക്കളുടെ മുൻപിൽ അവിടുന്ന് എനിക്ക് വിരുന്നൊരുക്കി. അത് സംഭവിക്കും എന്ന് പറഞ്ഞാൽ അതിന് എന്താ വേണ്ടത്? ഈ ഹന്നായെപ്പോലെ കർത്താവിൻ്റെ അടുത്ത് നമ്മുടെ ഹൃദയവിചാരങ്ങൾ അങ്ങ് ചൊരിയണം. വളരെ സ്പോണ്ടേനിയസ് ആയിട്ട്, ആര് കണ്ടാലും ആരെങ്കിലും കേൾക്കുന്നോ നോക്കുന്നോ ഒന്നുമല്ല. ഹന്ന ഒന്നും നോക്കിയില്ല, ആയിരിക്കുന്ന വിധത്തിൽ അങ്ങോട്ട് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, അത് സംഭവിച്ചില്ലേ? എവിടെ വെച്ചാണോ ഇതുപോലെ സങ്കടപ്പെട്ടത് അവിടെ വെച്ച് അങ്ങേയറ്റം സന്തോഷിക്കാൻ ഇടകൊടുത്തു. എല്ലാവരും കളിയാക്കി, എല്ലാവരും പരിഹസിച്ചു, അവർ തന്നെ ഇപ്പോൾ വാഴ്ത്തിപ്പാടുകയാണ്. ഇതുപോലെയുള്ള സന്ദർഭമല്ലേ പ്രിയപ്പെട്ടവരെ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്? ആ സഖറിയ എലിസബത്ത്, അവർക്ക് കുഞ്ഞില്ലാത്തതിൻ്റെ പേരിൽ പരിഹാസത്തിൻ്റെ എല്ലാ അമ്പുകളും ശരങ്ങളും ഏൽക്കേണ്ടി വന്ന വ്യക്തിയാണ് എലിസബത്ത്. അങ്ങേയറ്റം എല്ലാവരും പരിഹസിച്ചു, കളിയാക്കി, അങ്ങനെ വിഷമിപ്പിച്ചു. പ്രായമേറെയായി ഒരു കുഞ്ഞുണ്ടായപ്പോൾ നോക്കുക, ആ മനോഹരമായ സന്ദർഭം. എലിസബത്ത് പറഞ്ഞു, മനുഷ്യരുടെ ഇടയിൽ എനിക്കുണ്ടായിരുന്ന അപമാനം ഇതാ കർത്താവ് മാറ്റി തന്നിരിക്കുന്നു. യോഹന്ന എന്ന കുഞ്ഞിനെ നൽകിയപ്പം മനുഷ്യരുടെ ഇടയിൽ എനിക്കുണ്ടായിരുന്ന അപമാനം ഇതാ കർത്താവ്
മാറ്റി തന്നിരിക്കുന്നു. അതുകൊണ്ടാണ് വചനത്തിൽ പറയുന്നത്, എലിസബത്തിന് പ്രസവ സമയമായി, അവൾ ഒരു ആൺകുഞ്ഞിനെ പ്രസവിച്ചു. അവളോടൊത്ത് എല്ലാവരും, ബന്ധുക്കളും നാട്ടുകാരും വീട്ടുകാരും എല്ലാവരും സന്തോഷിച്ചു. എവിടെ വെച്ച് ആര്യൊക്കെ മുന്നിലായിരുന്നോ അതുവരെയും പരിഹാസപാത്രമായി തീർന്നത്, അവരുടെ മുന്നിൽ ഇന്നിതാ എലിസബത്ത് അങ്ങേയറ്റം വാഴ്ത്തിപ്പാടുകയാണ്. എല്ലാവരും എലിസബത്തിനെ മഹത്വപ്പെടുത്തുന്നു, എലിസബത്തിനെ അംഗീകരിക്കുന്നു, എലിസബത്തിനോട് ചേർന്ന് എല്ലാവരും സന്തോഷിക്കുന്നു. ആ എലിസബത്തിൻ്റെ കണ്ണുനീരൊക്കെ പുഞ്ചിരിക്കും ആനന്ദാശ്രുക്കൾക്കും വഴിമാറി കൊടുത്തില്ലേ? നീ സഹിച്ചിടത്ത് നീ സന്തോഷിക്കാനിട വരും. നീ കരഞ്ഞെടുത്ത് കർത്താവ് നിനക്ക് ചിരിക്കാനുള്ള അവസരം തരും. നീ പരാജയപ്പെട്ടെടുത്ത് കർത്താവ് നമ്മളെ വിജയിപ്പിക്കുക തന്നെ ചെയ്യും. പ്രിയപ്പെട്ടവരെ, ഇത് വചനമാണെങ്കിൽ ആ വചനം ഒരിക്കലും മാറ്റം വരില്ല. അതുകൊണ്ടാണ് വചനത്തെക്കുറിച്ച് പറയുന്നത്, വചനം അന്നും ഇന്നും എന്നും ഒന്ന് തന്നെയാണെന്ന്. ദൈവവചനം അങ്ങനെയാണ് നമുക്ക് പറഞ്ഞും പഠിപ്പിച്ചും തരുന്നത്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ ദൈവമായ കർത്താവ് ഇപ്രകാരം അരുളിച്ചത് 40-ാം അധ്യായത്തിൽ ഇങ്ങനെ പറഞ്ഞു, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക, നിന്റെ രക്ഷയ്ക്ക് നിന്നോടുകൂടെ ഞാനുണ്ടായിരിക്കുമെന്ന്. ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക, നിന്റെ രക്ഷയ്ക്ക് നിന്നോടുകൂടെ ഞാനുണ്ടായിരിക്കുമെന്ന്. അതുകൊണ്ട് ഒരു കരച്ചിൽ വന്നു, ഒരു സങ്കടം ഉണ്ടായി, ഒരു പരാജയം ഉണ്ടായി, ജീവിതം തകർന്നു എന്നൊക്കെ വിചാരിച്ച് നമ്മളാരും പ്രിയപ്പെട്ടവരെ പൊടി പോലെ തകർന്ന് തരിപ്പണമാവില്ല. ഈവൻ ആബേലും കായേൻ ആബേലിനെ കൊന്ന് കൊലയാളിയായിട്ട് പോലും ദൈവം ആ കായേനെ ഉപേക്ഷിച്ചില്ല. ഒരു ശിക്ഷയൊക്കെ കൊടുത്തു, പക്ഷേ ഉപേക്ഷിച്ചില്ല. കായൻ ഒരിക്കൽ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, എനിക്ക് പുറത്തിറങ്ങാൻ വയ്യ, നീ കൊലയാളിയാണെന്നും പറഞ്ഞ് എല്ലാവരും എന്നെ കല്ലെറിയാൻ തുടങ്ങുന്നു, എന്നെ ഉപദ്രവിക്കാൻ നോക്കുന്നു, എനിക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല, പേടിയാണ്. ദൈവം പറഞ്ഞു, നിന്നെ ആരും ഉപദ്രവിക്കില്ല, ഒരു പോറൽ പോലും നിനക്ക് കേൾക്കില്ല. എന്നിട്ടും പറഞ്ഞ് കായേൻ്റെ ശിരസിൽ ഒരു അടയാളം ചാർത്തി കൊടുത്തു. എന്തിൻ്റെ അടയാളമാണ്? ഞാൻ നിൻ്റെ കൂടെയുണ്ട്, നിന്നെ ഞാൻ രക്ഷിക്കും, സംരക്ഷിക്കുമെന്ന്. കാര്യം ഓർക്കണം, കായേൻ സ്വന്തം സഹോദരൻ ആബേലിനെ കൊന്ന ആളാണ്. അങ്ങനെ ഒരു കൊലപാതകയായി. പക്ഷേ ദൈവത്തോട് കരഞ്ഞു പറഞ്ഞു, ദൈവമേ, എനിക്കിപ്പോൾ പുറത്തിറങ്ങാൻ പേടിയാണ്, എല്ലാവരും കൂടെ എന്നെ കല്ലെറിയും, എന്നെ കൊല്ലും, നീ സഹോദരനെ കൊന്നവനാണെന്നും പറഞ്ഞ് ഉടനെ തന്നെയാണ് സംരക്ഷണത്തിൻ്റെ അടയാളം ചാർത്തി ദൈവമായ കർത്താവ് കായേനെ സംരക്ഷിച്ചില്ലേ? പ്രിയപ്പെട്ടവരെ, നമ്മൾ കരഞ്ഞെടുത്ത് നമ്മൾ ചിരിക്കാൻ ഇടവരും. നമ്മൾ തകർന്നെടുത്ത് പരാജയപ്പെട്ടെടുത്ത് നമ്മൾ വിജയിക്കാനായിട്ട് കർത്താവ് കൃപ തരും. ദാവീദ് തകർന്ന് തരിപ്പണമായ വ്യക്തിയല്ലേ? 5-ാം പ്രമാണവും 6-ാം പ്രമാണവും ലംഘിച്ചതിലൂടെയും 1-ാം പ്രമാണത്തിൻ്റെ ലംഘനം പോലെ ആ ജനസംഖ്യാ കണക്കെടുത്ത് തൻ്റെ വലിപ്പം പ്രകടമാക്കാൻ പരിശ്രമിച്ചപ്പോഴൊക്കെ തകർന്ന് തരിപ്പണമായില്ലേ? കരഞ്ഞ് ദാവീദിനെക്കുറിച്ച് ആ 106-ാം സങ്കീർത്തനം മുഴുവനും ദാവീദിൻ്റെ സങ്കടത്തെക്കുറിച്ചും കരച്ചിലിനെക്കുറിച്ചുമാണ്. ദാവീദിനെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയല്ലേ, ചാക്കുടുത്ത് ചാരം പൂശി ഉപവസിച്ച് ദൈവമായ കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിച്ചു. കരഞ്ഞ് കണ്ണുനീർ ചാലുകൾ വീണു. പക്ഷേ പ്രിയപ്പെട്ടവരെ, ആ കരച്ചിലും ആ തകർച്ചയും ആ സങ്കടങ്ങളും പരാജയങ്ങളും ഒക്കെ കർത്താവീശോ മിശിഹാ മാറ്റിക്കൊടുത്തില്ലേ? ഈശോ മാറ്റിക്കൊടുത്ത് ഈ അപ്പോസ്തല പ്രവർത്തനം 13-ാം അധ്യായത്തിൽ ദാവീദിനെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയല്ലേ, ജസ്സയുടെ പുത്രനായ ദാവീദിൽ എൻ്റെ ഹൃദയത്തിന് ഇണങ്ങിയ ഒരു മനുഷ്യനെ ഞാൻ കണ്ടു. എന്തുകൊണ്ടാണ്? ദാവീദ് 5-ാം പ്രമാണം ലംഘിച്ച് കൊലപാതകയായതുകൊണ്ടാണോ? എന്തുകൊണ്ടാണ്? ദാവീദ് 6-ാം പ്രമാണം ലംഘിച്ച് ഇങ്ങനെ വ്യഭിചാര പ്രവൃത്തി ചെയ്തുകൊണ്ടാണോ? അല്ല. അനുതപിച്ച് കരഞ്ഞ് കർത്താവിൻ്റെ പക്കലേക്ക് തിരിച്ചു വന്നപ്പോൾ പ്രിയപ്പെട്ടവരെ, ദാവീദ്, ജസ്സയുടെ പുത്രനായ ദാവീദ് ദൈവത്തിൻ്റെ ഹൃദയത്തിന് ഇണങ്ങിയ വ്യക്തിയായിത്തീർന്നു. എവിടെയാണോ നമ്മൾ കരയാൻ ഇടവന്നിട്ടുള്ളത്
അവിടെ കർത്താവ് നമ്മളെ ഉയർത്തും. എവിടെയാണോ നമ്മൾ പരാജയപ്പെട്ടിട്ടുള്ളത് അവിടെ നിന്ന് കർത്താവ് നമ്മളെ കൈപിടിച്ച് വിജയത്തിലേക്ക് നയിക്കും. അതല്ലേ പ്രിയപ്പെട്ടവരെ ലൂക്കായുടെ സുവിശേഷം 7-ാം അധ്യായത്തിലെ ആ പാപിനിയായ സ്ത്രീയിൽ നമ്മൾ കാണുന്നത്. ഈശോയുടെ കാൽക്കൽ വന്ന് ആ സ്ത്രീ ഇരുന്ന് കരഞ്ഞു. ആ ശിമയോൻ്റെ വീട്ടിൽ ഈശോയുടെ അടുത്ത് ചെന്നിട്ട് കരഞ്ഞ് കണ്ണുനീരുകൊണ്ട് പാദം കഴുകി, തലമുടി കൊണ്ട് തുടച്ചു, അധരങ്ങൾ കൊണ്ട് ചുംബിച്ചു, സുഗന്ധ തൈലം പൂശി. ആ സമയത്ത് അവരുടെ വീട്ടിൽ വെച്ച് ആ ഓൺ ദ സ്പോട്ടിൽ ഈ സ്ത്രീയെ കർത്താവ് ഉയർത്തിയതിന് കണക്കുണ്ടോ? ഇമ്മീഡിയറ്റ് ആയിട്ടല്ലേ ഈശോ അവിടെ കൂടിയിരുന്ന 100 കണക്കിന് ആളുകളുടെ മുന്നിൽ ശിമയോൻ എന്ന ധനാഢ്യൻ്റെ വീട്ടിൽ വെച്ച് കർത്താവ് ആ സ്ത്രീയെ ഉയർത്തിയതിന് കയ്യും കണക്കുമില്ല. കർത്താവ് ഒരു വിധത്തിൽ പറഞ്ഞാൽ മറ്റേയാളെ കുറ്റപ്പെടുത്തി. ഞാനിവിടെ വന്നു, കാല് കഴുകാൻ വെള്ളം തന്നില്ല. ഞാനിവിടെ വന്നു, നീ സുഗന്ധതൈലം പൂശിയില്ല. ഞാനിവിടെ വന്നു, നീ എന്നെ പരിചരിച്ചില്ല. ഇങ്ങനെയൊക്കെ കുറ്റപ്പെടുത്തി. എന്നിട്ട് ഇവളെയോ അങ്ങോട്ട് വാഴ്ത്തി ഉയർത്തും നോക്കുക. ഇവിടെ വന്നു, ഇവളിതാ ഇതുവരെയും എൻ്റെ പാദങ്ങൾ കണ്ണുനീരുകൊണ്ട് കഴുകിയായിരുന്നു. ഇവളിതാ എൻ്റെ പാദങ്ങൾ തുടച്ചു, എൻ്റെ പാദങ്ങളെ ചുംബിച്ചു, സുഗന്ധ തൈലം പൂശി. ഇതിൽ വിട്ട് ദൈവത്തിൽ നിന്നും ഒരു വാഴ്ത്ത് ആർക്കാ കിട്ടുന്നത് പ്രിയപ്പെട്ടവരെ? ഇതിൽ കൂടുതൽ കർത്താവ് ഈശോമിശിഹ ആരെയാണ് ഇങ്ങനെ അങ്ങോട്ട് ഉയർത്തി വെക്കുന്നത്? അതാണ് പ്രത്യേകത. നമ്മൾ കരഞ്ഞിടത്ത് നമ്മൾ സന്തോഷിക്കും, നമ്മൾ സഹിച്ചെടുത്ത് നമ്മൾ ആനന്ദിക്കും, നമ്മൾ പരാജയപ്പെട്ടെടുത്ത് കർത്താവ് നമ്മളെ വിജയിപ്പിക്കും. എന്നിട്ട് ആ സ്ത്രീയോട് പറഞ്ഞില്ലേ, നിൻ്റെ വിശ്വാസം വലുതാണ്, സമാധാനത്തോടെ പോയിക്കൊള്ളുക, എല്ലാ പാപങ്ങളും ക്ഷമിക്കപ്പെട്ടു. ഇതിലും കൂടുതൽ ഒരു ഉയർത്തൽ, ഒരു ഉയർച്ച ജീവിതത്തിൽ സ്വപ്നം കാണാൻ പറ്റുമോ? ജീവിതത്തിൽ എന്നെങ്കിലും കിട്ടുമോ? ഇല്ല പ്രിയപ്പെട്ടവരെ. അതാണ് പ്രത്യേകത. കർത്താവിൻ്റെ അടുത്തോട്ട് നമ്മൾ വന്നാൽ, നമ്മളായിരിക്കുന്ന വിധത്തിൽ വന്ന് അങ്ങോട്ട് പറഞ്ഞാൽ, കർത്താവ് ഈശോമിശിഹ നമ്മളെ പിടിച്ചുയർത്തുന്നതിന് കയ്യും കണക്കുണ്ടാവില്ല. സ്വപ്നം കാണാൻ പറ്റാത്ത ഉയരത്തിലേക്ക്, വളർച്ചയിലേക്ക് കർത്താവ് നമ്മളെ കൈ പിടിച്ച് ഉയർത്തുക തന്നെ ചെയ്യും. അതുതന്നെയാണ് പ്രിയപ്പെട്ടവരെ കർത്താവ് ഈശോമിശിഹ നമ്മൾ ഓരോരുത്തരോടും ചെയ്യുന്നത്. ആ ധൂർത്തപുത്രൻ്റെ ഉപമയാണെങ്കിലും അത് ശരിക്കും ഒരു സംഭവം പോലെ നിറഞ്ഞു നിൽക്കുന്നതല്ലേ. ധൂർത്തപുത്രൻ തകർന്ന് പരാജയപ്പെട്ട് എല്ലാ തരത്തിലും ഇല്ലാതായി പൊടിയായി തീർന്ന വ്യക്തിയല്ലേ. എന്നിട്ടോ ആ കരഞ്ഞെടുത്ത്, ആ തകർന്നെടുത്ത്, ആ പരാജയപ്പെട്ടെടുത്ത് കർത്താവ് ആ മനുഷ്യനെ ഉയർത്തിയില്ലേ. പ്രിയപ്പെട്ടവരെ, നമ്മൾ എവിടെ വെച്ച് എന്ത് കാരണത്താലാണോ ഇന്ന് കരയാൻ ഇടയാകുന്നത്? ഞാനിത് പറയുമ്പോൾ എനിക്കറിയാം ഒത്തിരിയേറെ പേര് മറ്റുള്ളവരാൽ പരിഹസിക്കപ്പെട്ടും ഉപദ്രവിക്കപ്പെട്ടും കണ്ടമാനം സഹിക്കാൻ ഇടവന്നും ഇങ്ങനെ വേദനിച്ച് കഴിയുന്നവരുണ്ട്. വിശ്വസിച്ചോ, ഇതുകൊണ്ടൊന്നും ജീവിതം തീരില്ല. ഇതുകൊണ്ടൊന്നും നമ്മുടെ ജീവിതം അവസാനിച്ചുവെന്ന് ആരെങ്കിലും ചിന്തിച്ചാൽ അത് മിഥ്യാധാരണയാണ്. കർത്താവ് നമ്മളെ വളർത്തും, അവിടുന്ന് നമ്മളെ ഉയർത്തുക തന്നെ ചെയ്യും. നമ്മൾ സഹിച്ചെടുത്ത് നമ്മൾ സന്തോഷിക്കാൻ ഇടവരും. നമ്മൾ പരാജയപ്പെട്ടെടുത്ത് നമ്മൾ വിജയിക്കാൻ കർത്താവ് ഈശോമിശിഹ വഴിയൊരുക്കുക തന്നെ ചെയ്യും. ഇനി ഈശോയുടെ ജീവിതം തന്നെ ഒന്ന് നോക്കിയ മക്കളെ, എന്തുമാത്രം സഹിച്ചു എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം. അതുപോലെ ഒരു ലോകത്തിലൊരാളും സഹിച്ചില്ല, അതുപോലെ സഹിച്ചില്ലേ. പക്ഷെയോ എന്തുമാത്രം സഹിച്ചോ അതിൻ്റെ 100 ഇരട്ടിയല്ലേ പിതാവായ ദൈവം ഇങ്ങനെ കർത്താവിനെ വളർത്തിയത്, ഉയർത്തിയത്. എന്തുമാത്രം ശരീരത്തിൽ വേദനിച്ചോ, ആ ശരീരത്തിലെ മുറിപ്പാടുകൾ എണ്ണാൻ പറ്റില്ല. ശരീരം മൊത്തം ഒരൊറ്റ മുറിവ് പോലെ ആയിത്തീർന്നു. എന്നെ 1, 2 എന്നും പറഞ്ഞ് എണ്ണാൻ പറ്റില്ല. അതുപോലെ മുറിഞ്ഞു, അതുപോലെ വേദനിച്ചു. അതിൻ്റെ 1000 ഇരട്ടി മടങ്ങിൽ അല്ലേ അതേ കർത്താവ് ഈശോമിശിഹ തന്നെ ഉയർത്തെഴുന്നേറ്റപ്പോൾ സംഭവിച്ചത്. എവിടെയാണോ സഹിച്ചത് അവിടെ തന്നെ ആ സഹനങ്ങളൊക്കെ സന്തോഷമായി മാറാൻ കാരണമായി തീർന്നില്ലേ. എന്നിട്ട് അവരെല്ലാവരും കൂടെ പിടിച്ച് ഈശോയെ കൊന്ന് കുഴിച്ചു മൂടിയില്ലേ. പരാജയപ്പെട്ടു. ഒരു
സമ്പൂർണ്ണ പരാജയം മറ്റുള്ളവരുടെ മുന്നിൽ അങ്ങനെയായിത്തീർന്നു. കാരണം എല്ലാവരും കൂടെ പിടിച്ച് കുരിശിൽ തറച്ച് പരിഹസിച്ചിത കൊന്ന് കുഴിച്ചു മൂടി. പക്ഷേ ഓർക്കണം, എവിടെയാണോ പരാജയപ്പെട്ടത് ആ പരാജയത്തെയൊക്കെ ഇങ്ങനെ അങ്ങോട്ട് തകർത്തുകൊണ്ടല്ലേ വിജയത്തിൻ്റെ വെന്നിക്കൊടി പാർച്ച് കർത്താവ് ഉയർത്തെഴുന്നേറ്റത്. ഇത് നമുക്കൊക്കെ തരുന്ന ആവേശവും പ്രതീക്ഷയും ചില്ലറയല്ല. ഇതുപോലെ തകർന്നടിഞ്ഞ് കിടക്കുന്ന അവസ്ഥയിൽ നിന്ന് കർത്താവ് നമ്മളെ ഉയർപ്പിക്കും. കർത്താവ് പുത്തൻ ജീവിതം തന്നും പ്രതീക്ഷ തന്നും കർത്താവ് നമ്മളെ ഉയർപ്പിക്കുക തന്നെ ചെയ്യും. ഇന്ന് സാമ്പത്തികമായിട്ട് തകർന്നടിഞ്ഞിട്ടുണ്ടാവും. കർത്താവിൽ ആശ്രയിച്ചോ, അവിടുന്ന് നമ്മളെ അതിൽ നിന്നും കൈപിടിച്ചുയർത്തും. നമുക്ക് അറിയാത്തതും നമുക്ക് മനസ്സിലാകാത്തതുമായ നിഗൂഢമായ സമ്പത്ത് കർത്താവ് നമുക്ക് തരും. ഇത് യെശയ്യാ പ്രവാചകനിലൂടെ ദൈവത്തിൻ്റെ വാഗ്ദാനമാണ് 39-ാം അധ്യായത്തിൽ. പ്രിയപ്പെട്ടവരെ, കർത്താവ് യേശു മിശിഹായെ അങ്ങനെ എല്ലാവരും കൂടെ പിടിച്ച് പരാജയപ്പെടുത്തി കൊന്നു കുഴിച്ചു മൂടിയെങ്കിൽ എവിടെയാണോ ഈശോ മരിച്ചത് അവിടെ ഉയർത്തു. എവിടെയാണോ കുഴിച്ചിടപ്പെട്ടത് അവിടെ നിന്നും പൊങ്ങി വന്നു. എവിടെയാണോ പരാജയപ്പെട്ടത് അവിടെ വിജയിച്ചു. എവിടെയാണോ സഹിച്ചത് അവിടെ സഹനങ്ങളൊക്കെ സന്തോഷമായി തീർന്നു. ഇത് പ്രിയപ്പെട്ടവരെ വെറുതെ ഒരു കെട്ടുകഥ പോലെയല്ല. നമുക്കറിയാം, നമ്മുടെ ജീവനും നമ്മുടെ വിശ്വാസവും ഇത് തന്നെയാണ്. പരാജയപ്പെട്ടിടത്ത് നമ്മളെ കർത്താവ് വിജയിപ്പിക്കും. ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 10-ാം അധ്യായത്തിലും ഒക്കെ നമ്മൾ കാണുന്നത് ഇങ്ങനെയല്ലേ. ദാനിയേലിനോട് വിദ്വേഷമുണ്ടായിരുന്ന എല്ലാവരും കൂടെ ദാനിയേലിനെ പിടിച്ചു. എന്നിട്ട് എന്താ ചെയ്തേ? നമുക്കറിയാം, ദാനിയേലിനെ കുറിച്ച് കുറ്റങ്ങൾ രാജാവിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് അവനെ സിംഹക്കുഴിയിലേക്ക് ഇടാൻ വിധി കൽപ്പിച്ചു. ഇനി അവർ ചെയ്തു, അങ്ങനെ സിംഹക്കുഴിയിലേക്ക് ദാനിയേലിനെ അങ്ങോട്ട് വലിച്ചെറിഞ്ഞതിന് ശേഷം അവരടങ്ങിയില്ല. ആ കുഴി കല്ലുകൊണ്ട് മൂടി രാജാക്കന്മാരുടെ പ്രഭുക്കന്മാരുടെ മോതിരം കൊണ്ട് അതങ്ങോട്ട് മുദ്ര ചെയ്തു. ഒരു കാരണവശാലും ദാനിയേൽ രക്ഷപ്പെടരുതെന്ന് നിർബന്ധ ബുദ്ധിയോടെ. പക്ഷേ പ്രിയപ്പെട്ടവരെ, പിന്നത്തെ ദിവസം രാജാവ് എല്ലാവരോടും കൂടെ വന്നപ്പം നോക്കിയപ്പോൾ കണ്ടില്ലേ, ഒരു പോറൽ പോലും ഏൽക്കാതെ സിംഹങ്ങളുടെ ഇടയിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന ദാനിയേലിനെയാണ് കണ്ടത്. അവിടെ നിന്നും ദാനിയേലിനെ അങ്ങ് പൊക്കിയെടുത്തു. പിതാവായ ദൈവത്തിൻ്റെ പ്രത്യേകമായ സംരക്ഷണം ഉള്ളതുകൊണ്ട്. എവിടെയാണോ ദാനിയേൽ പരാജയപ്പെടാനിടയായത്, മറ്റുള്ളവർ കുതന്ത്രങ്ങളിലൂടെ എന്തുകൊണ്ടാണോ ദാനിയേലിനെ പരാജയപ്പെടുത്തി ആ സിംഹക്കുഴിയിലേക്ക് വലിച്ചെറിഞ്ഞത്, അവിടെ നിന്നുമാണ് കർത്താവ് യേശു മിശിഹ പിതാവായ ദൈവം ദാനിയേലിനെ രക്ഷിക്കുന്നതും ഉയർത്തുന്നതും. പരാജയപ്പെട്ടെടുത്ത് ഇന്ന് നമ്മൾ പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ കർത്താവിൽ ആശ്രയിച്ചോ, കർത്താവ് നമ്മളെ വിജയിപ്പിക്കും. ഇന്ന് നമ്മൾ വല്ലാതെ സഹിക്കുന്നുണ്ടെങ്കിൽ എന്ത് കാരണത്തെ പ്രതിയായാലും ആ സഹനങ്ങളൊക്കെ സന്തോഷത്തിന് വഴിമാറിത്തരും. ഇന്ന് നമ്മൾ പല കാരണങ്ങളാൽ കരഞ്ഞ് കണ്ണുനീരൊഴുക്കുന്നുണ്ടെങ്കിൽ മോനിക്ക പുണ്യവതിയെപ്പോലെ ആജീവനാന്തം ചിരിക്കാൻ ഇടവരുത്തും കർത്താവ് യേശു മിശിഹ. ഇതുപോലെയാണ് പ്രിയപ്പെട്ടവരെ കർത്താവ് നമ്മളെ നയിക്കുന്നത്, കർത്താവ് നമ്മളെ വളർത്തുന്നത്, കർത്താവ് നമ്മളെ ശക്തിപ്പെടുത്തി അഭിഷേകം ചെയ്യുന്നത്. ഈ നല്ല തമ്പുരാനോട് കൂടെ ആയിരിക്കാം നമുക്ക്. ഈ കർത്താവിനോട് ചേർന്നായിരിക്കാം വിജയം നൽകി രക്ഷ നൽകി അനുഗ്രഹിക്കുന്ന ഈശോ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, ആശീർവദിക്കട്ടെ.